കൊച്ചി കടമക്കുടിയിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായിരുന്ന പിഴല 350 മീറ്റർ റോഡ് നാടിന് സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ, ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നിവയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്ന് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ജിഡയുടെ സഹായത്തോടെ 1.94 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കോക്കനട്ട് പൈലിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 4500 തെങ്ങ് ഉപയോഗിച്ച് പൈലിംഗ് നടത്തി മണ്ണ് ബലപ്പെടുത്തിയിട്ടുണ്ട്. കടമക്കുടിയിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായിരുന്ന പിഴല 350 മീറ്റർ റോഡ് മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആദ്യമായി ഏറ്റെടുത്ത് നടപ്പിലാക്കിയ പൊതുമരാമത്ത് പ്രവൃത്തി എന്ന പ്രത്യേകതയും പിഴല 350 മീറ്റർ പാലത്തിനുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. 350 മീറ്റർ എന്ന ദൈർഘ്യം കൊണ്ട് നിർണ്ണയിക്കാൻ പറ്റാത്ത പ്രാധാന്യമാണ് ഈ റോഡിന് ഉള്ളത്. ഞാനിതിൻ്റെ റിപ്പോർട്ടിലൂടെ കണ്ണോടിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു. എന്തെല്ലാം പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ എല്ലാം തരണം ചെയ്തിട്ടാണ് ഈ റോഡ് യാഥാർത്ഥ്യമായത് എന്ന്. 2020 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത 100 കോടി രൂപ മുടക്കി നിർമ്മിച്ച പിഴല മൂലമ്പള്ളി പാലത്തിലേക്കുള്ള ഏക പ്രവേശന മാർഗമാണ് പിഴല 350 മീറ്റർ റോഡ്. തെക്ക് കണ്ടെയ്നർ ടെർമിനൽ പാതയുമായും വടക്ക് നാഷണൽ ഹൈവേ 17 ബന്ധിപ്പിക്കുന്ന പിഴല ചേന്നൂർ ചരിയംതുരുത്ത് 9 മീറ്റർ പ്രൊജക്ടിന്റെ പ്രഥമ റീച്ചും ഈ റോഡാണ്. പിഴല സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ KN ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ NSK ഉമേഷ്, മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി S ശർമ്മ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.